അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. എന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്? അതായത് ഈ ഗുഡ്സിന് എന്ത് വരില്ല, അതായത് ഫർദർ ആയിട്ട് വേറെ പ്രോസസ്സിങ്ങിനൊന്നും ആവശ്യം വരുന്നില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവസാനം എത്തുന്നത് ആരുടെ കയ്യിലാണ്? കൺസ്യൂമറിന്റെ കയ്യിലാണ്. ഓക്കെ. അതേസമയം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ അതായത് ഈ ഗുഡ്സ് ബാക്കിയുള്ള വേറെ പ്രൊഡക്ട്സിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ എന്ന് നോക്കാം. സ്റ്റോക്ക് എന്ന് പറയുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി. അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്, ക്യാപിറ്റല്, പോപ്പുലേഷൻ, അതൊക്കെ ഒരു പോയിന്റിൽ മെഷർ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്ലോ എന്ന് പറയുന്നത് അതായത് ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിപ്രീസിയേഷൻ, അതുപോലെ ഇൻകം ഒക്കെ എന്താണ്, നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയാം, അല്ലേ? അപ്പൊ അതിനാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഇൻഫ്ലേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യാണ് നമ്മുടെ അതെ, ഇൻഫ്ലേഷൻ വെച്ചാൽ ഒരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നു? പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ പറയുന്നത് മണിയുടെ വാല്യൂ കുറയുന്നു. അതായത് മണിയുടെ വാല്യൂ കുറയുന്നു. പിന്നെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്ലേഷൻ നടക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കുന്നു? പ്രൈസസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു, മണിയുടെ വാല്യൂ കുറയുന്നു, അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്ത് കൂടുന്നു? പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം. ആദ്യത്തെന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന്റെ വേറെ പേരാണ് വേജ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേജ് ഇൻഫ്ലേഷനിൽ എന്താ നടക്കുന്നത്? അതായത് ഇപ്പോൾ കറണ്ട് ആയിട്ട് നടക്കുന്ന സപ്ലൈയുടെ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതിനെ എക്സീഡ് ആക്കിയിട്ട് എന്തുണ്ടാവുന്നു? അതായത് ഡിമാൻഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവുന്നു. അതായത് ഇപ്പോൾ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈയുടെ വാല്യൂ ഉണ്ടായിരിക്കും, സപ്ലൈയുടെ റേറ്റ് ഉണ്ടായിരിക്കും. അതിനേക്കാളും കൂടുതലായിട്ട് എന്ത് വരുന്നു? ഗുഡ്സ് ആൻഡ് സർവീസിന് ഡിമാൻഡ് വരുന്നു. അതാണ് ഏത് പറയുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഒന്നുകിൽ അത് വാർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ട് എക്സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോറോയിങ്ങിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മണി കൂടിക്കൊണ്ടായിരിക്കാം. ഈ ഒരു റീസൺസ് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ നടക്കുന്നത്. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ എന്താണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസിന് ഡിമാൻഡ് ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല, പക്ഷെ പ്രൈസ് സ്റ്റില് റൈസ് ഇരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്? ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വഴി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വേജ് കോസ്റ്റ് വരും, അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെ ഇൻക്രീസ് വരും. ഓക്കെ. എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ഡിമാൻഡ്സ് ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല, പക്ഷെ സ്റ്റിൽ ആ പ്രൈസസ് എപ്പോഴും ഹൈ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റേറ്റ് എങ്ങനെ കൂടുന്നത്? ഒന്നെങ്കിൽ വേജസിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ വലിയ വലിയ കമ്പനീസും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വർക്കേഴ്സിന്റെ വേജസ് ഇൻക്രീസ് ചെയ്യും. സാധാരണ വർക്കേഴ്സിന്റെ വേജസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കേണ്ടതാണ്? കോസ്റ്റ് ഓഫ് ലിവിങ്ങും കൂടും. പക്ഷെ ഈ ട്രേഡ് യൂണിയൻസും കമ്പനീസും ഒക്കെ അതൊന്നും നോക്കാണ്ട്, അതായത് ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കാണ്ടാണ് ഈ വർക്കേഴ്സിന്റെ വേജസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ വേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമോഡിറ്റിയുടെയും പ്രൈസസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു സെക്ടറിൽ നടന്നു, അപ്പൊ ഇത് നോക്കിയിട്ട് ബാക്കിയുള്ള സെക്ടറിലെ വർക്കേഴ്സ് എന്ത് ചെയ്യും? അവർക്കും ഹൈ വേജസ് വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യും. അങ്ങനെ ഈ ഇൻഫ്ലേഷൻ അക്രോസ് ദ കൺട്രിയിൽ എന്ത് ചെയ്യും? അക്രോസ് ദ എല്ലാ സെക്ടേഴ്സിലും എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുക നമുക്ക്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഈസ് ഹാർംഫുൾ സിൻസ് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ്. അതായത് ഇതിപ്പോ ഒരു സെക്ടറിൽ നടന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ടറിലേക്ക് ഇത് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ.